എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പെപ്പർ ചിക്കൻ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഇതുപോലെ അല്പം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ചെറിയൊരു മസാല ഇട്ട് വെക്കാനുണ്ട്. അപ്പോൾ അതിനായി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ക്രഷ്ഡ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്പം തരിയോട് കൂടിയിട്ടുള്ള കുരുമുളകാണിത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഇതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കാം. ഇനി ഇതിനെ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ചിക്കൻ പെപ്പർ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ആ പാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, കാരണം ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പെപ്പർ മസാല നല്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇനി ചിക്കന് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു കളറിലായി കിട്ടുമ്പോൾ തന്നെ കോരി മാറ്റണം. ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാനിതുപോലെ ഇങ്ങനെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഇതേ ഓയിൽ തന്നെയാണ് ഇനിയിപ്പോൾ മസാല തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ബാക്കി ഇത്രയും ഓയിലാണുള്ളത്. ഇനി ഓയിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ജീരകം പൊടി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില ഈ എണ്ണയിലിട്ടൊന്ന് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലോണം ഈ ഒരു ചിക്കൻ കറിയിലേക്ക് കിട്ടും. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളിയാണ്. ഇതിപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മസാലയ്ക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഉള്ളിയൊക്കെ കൂട്ടി എടുക്കാം. ഇനി ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഇതുപോലെ മിക്സാക്കി കൊണ്ടേയിരിക്കണം. ഈ സമയം ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും ഓയിൽ തന്നെ എനിക്ക് മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ്ഡ് കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു പെപ്പർ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും സ്പൈസിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കുരുമുളകൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ മസാല ആയി കിട്ടും. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതിൽ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഈ ഉള്ളിയിൽ നല്ലോണം ഈ മസാലപ്പൊടികൾ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. ഞാനിപ്പോൾ മസാലപ്പൊടികളൊക്കെ നല്ലോണം ഇതിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് 2 തക്കാളിയാണ്. മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാൻ ഈ ഒരു മസാലക്ക്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം.
ഇനി മസാലയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചിക്കനിൽ നേരത്തെ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി വേണം മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ മസാല അല്പം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല കുറച്ചൊന്ന് ലൂസായി വരും. ഇതിൽ പൊടികളും മസാലയും ഒക്കെ നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് നല്ലൊരു ഗ്രേവിയായി കിട്ടും. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ. അങ്ങനെ ഇപ്പോൾ അല്പം തിക്കൊരു ഗ്രേവിയായി വന്നിട്ടുണ്ട് ഈ ഒരു മസാല. ഇപ്പോൾ ഈ ഉടഞ്ഞു പോകാത്ത തക്കാളിയൊക്കെ നല്ലോണം ഈ സമയം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ പീസസ് എല്ലാം ഇതിലിട്ട് നല്ലോണം ഒന്നിനെ മിക്സാക്കി എടുക്കണം. മസാലയ്ക്ക് ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പെപ്പർ മസാല ഇതുപോലെ ചിക്കന് ഫ്രൈ ആക്കി മസാലയാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ മസാലയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ മസാല റെസിപ്പിയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ ആ ചിക്കനിൽ ഇതിൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വരും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെപ്പർ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ഇതിൽ ആവിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ലൂസായിട്ടാണ് കിടക്കുന്നുള്ളത്. ഇതിങ്ങനെ കുറച്ച് ചൂടൊക്കെ ആറി വരുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ മസാല റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.